ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഒരു മത്തങ്ങത്തോരനാണ് ഉണ്ടാക്കി കാണിച്ചു തരാൻ പോണത്. സാധാരണ നമ്മൾ മത്തങ്ങ വെച്ചിട്ട് ചാറ് കറി അങ്ങനെയൊക്കെ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ഇതൊരു തോരനാണ്. ഇത് ഇപ്പോൾ വെള്ള കളറായിട്ടിരിക്കണമെന്ന് പറഞ്ഞാൽ ഞാനിത് നാടൻ മത്തങ്ങയാണ് ഇപ്പോൾ എടുത്തേക്കണത്. അപ്പം നമുക്ക് തോരന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. അപ്പം ഞാൻ കുറച്ച് തേങ്ങ ഇതിന് വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറിയുള്ളിയൊക്കെ ഞാൻ വെറുതെ ഇത്ര എടുത്ത് വെച്ചിരുന്നേ, ഇത്രത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ചെറിയുള്ളി, വെളുത്തുള്ളി ഒരു കഷ്ണമൊക്കെ മതിയാവും. പിന്നെ ജീരകം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പച്ചമുളക്, കറിവേപ്പില. അപ്പൊ ഇത്രയും സാധനം മതിയാവും. നമുക്ക് ഇതിനെ ഒരു മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം. നമുക്ക് ഈ തേങ്ങ ആദ്യം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അരച്ചൊന്നും എടുക്കണ്ട, നമുക്ക് വെറുതെ ഒന്ന് ചതച്ചെടുത്താൽ മതിയാവും. തേങ്ങ, അതേപോലെ തന്നെ ഒരു 3-4 കഷ്ണം ചെറിയുള്ളി, തേങ്ങ ഒരു 3-4 കഷ്ണം ചെറിയുള്ളി, തുള്ളി ഒരു കഷ്ണം മതിയാവും. പിന്നെ കുറച്ച് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് ജീരകം, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഈ എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി, പിന്നെ ഈ 2 പച്ചമുളകും കൂടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ നമുക്കിതൊന്ന് വെറുതെ ചതച്ചെടുത്താൽ മതിയാവും. അപ്പൊ നമുക്ക് ചതച്ചിട്ട് കാണാം. അപ്പൊ നമ്മൾ ഈ ഒരു തേങ്ങ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഇതാക്കി മത്തങ്ങ വേവിക്കാൻ വെക്കാം. അപ്പൊ നമുക്ക് ഈ മുറിച്ച് വെച്ചിരിക്കുന്ന മത്തങ്ങയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. മത്തങ്ങക്ക് അധികം വേവില്ലാത്തതുകൊണ്ട് അധികം വെള്ളം ഒഴിക്കേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഇത്രയും വെള്ളം മതിയാവും. നമുക്കിതിനി ഒന്ന് വേവിച്ചിട്ട് കാണാം. നമ്മൾ ആകെ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, പക്ഷെ നമ്മുടെ മത്തങ്ങയിൽ ഇത്രയും വെള്ളം വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഇതൊന്ന് തീ ഓഫ് ചെയ്യാം. വെച്ചിട്ടുണ്ട്. ഈ നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന മത്തങ്ങ ഈ ചട്ടിയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. മത്തങ്ങക്ക് ആകെ കുറച്ച് വെള്ളം മതിയാവും. കണ്ട, ഇപ്പൊ തന്നെ ഇത്രയും വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഈ ഒരു മത്തങ്ങയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മൾ ഈ ചതച്ച് വെച്ച തേങ്ങ ഈ മത്തങ്ങയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയും കൂടി ചതയേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാൻ എന്നിട്ട് നമുക്ക് ഇതൊന്ന് തട്ടിപ്പൊത്തി വെക്കുമെന്ന് പറയില്ല, അതുപോലെ നമുക്കിതൊന്ന് കൂട്ടി വെച്ചിട്ട് നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് അടച്ചു വെക്കാം. ഇതൊന്ന് തട്ടി കൂട്ടി വെച്ചിട്ടുണ്ട്. നമുക്കിത് കുറച്ച് നേരത്തേക്ക് ഇതൊന്ന് മൂടി വെക്കാം. അപ്പൊ നമ്മളിത് മൂടി വെച്ചിട്ട് 2-3 മിനിറ്റ് ആയി. അപ്പൊ നമ്മുടെ തോരൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണ, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് ഓഫ് ചെയ്യാം. പിന്നെ ഇതിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാല് സത്യം പറഞ്ഞാൽ അവിയലിനേക്കാളും ടേസ്റ്റാണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം. സാധാരണ മത്തങ്ങ പൊതുവെ നമുക്ക് എല്ലാവർക്കും കുറച്ച് താല്പര്യം ഉണ്ടാവും. പക്ഷെ ഈ ഒരു തോരൻ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ട്. അപ്പൊ നമ്മുടെ സ്വാദിഷ്ടമായ മത്തങ്ങ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ.